ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. +1 ഫിസിക്സിലെ യൂണിറ്റ് 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതൊരു വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് 2 ഭാഗമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇവിടെ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് പല ഭാഗങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിച്ചതിന് ശേഷം റിവിഷൻ നടത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ ഈസ് നീഡ് ഫോർ മെഷർമെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്നത്? ഒരു പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്നത്. എല്ലാ മെഷറബിൾ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ലെങ്ത്ത്, മാസ്, ടൈം ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് ഇതെല്ലാം യൂണിറ്റ്സ് ആണ്. 4 തരത്തിലുള്ള സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. CGS സിസ്റ്റം ലെങ്ത്ത് സെൻറ്റിമീറ്ററിൽ, മാസ് ഗ്രാമിൽ, ടൈം സെക്കൻഡിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. FPS സിസ്റ്റം ലെങ്ത്ത് ഫൂട്ടിൽ, മാസ് പൗണ്ടിൽ, ടൈം സെക്കൻഡിലായിരിക്കും. MK സിസ്റ്റം ലെങ്ത്ത് മീറ്ററിൽ, മാസ് കിലോഗ്രാമിൽ, ടൈം സെക്കൻഡിലും. 4ാമത്തെ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ യൂസ് ചെയ്യുന്നതാണ് SI സിസ്റ്റം. ഇതിലെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസുമാണ് ഉള്ളത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലെങ്ത്ത് ഇവയെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മീറ്റർ, M എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. മാസിനെ കിലോഗ്രാം, kg. ടൈമിനെ സെക്കൻഡ്, S. കറണ്ടിനെ ആംബിയർ, എയർ. ടെമ്പറേച്ചർ കെൽവിൻ, K. ലൂമിനൻസ് ഇൻറ്റൻസിറ്റി കാൻഡില, CD. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, MOL. ഇതാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അവയുടെ യൂണിറ്റ്സും. അടുത്ത് 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസാണ് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ, RAD. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ, SR. ഓക്കെ, ഇതാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്സ്. ഈ ലെങ്ത്ത്, മാസ്, ടൈം ഇവയൊക്കെ എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ്. ദാറ്റ് മീൻസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മറ്റു ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസാണ്. മാസ്, ലെങ്ത്ത്, ടൈം, ടെമ്പറേച്ചർ ഇവയൊക്കെ. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവയെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റൊന്നിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനും സാധിക്കില്ല. അവയൊക്കെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ്, കെൽവിൻ ഇവയൊക്കെ എന്താണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് യൂണിറ്റ്സും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നവയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അവയെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസാണ് വെലോസിറ്റി, ഏരിയ എന്നൊക്കെ പറയുന്നത്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അവയെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. മറ്റ് യൂണിറ്റ്സിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് മീറ്റർ പെർ സെക്കൻഡും മീറ്റർ സ്ക്വയറും. വെലോസിറ്റിയുടെ കേസിൽ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ടൈം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഈ 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നൊരു ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആ വെലോസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റും എന്ന് പറയുന്നത് എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. ഇററുകൾ എന്ന് വെച്ചാൽ എന്താണ്? മിസ്റ്റേക്കാണല്ലേ. നമ്മളിപ്പോൾ ഒരെണ്ണത്തിൻ്റെ റീഡിങ് എടുക്കുമ്പോൾ അതിൻ്റെ ട്രൂ വാല്യൂ നിന്ന് വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ എറർ. ദാറ്റ് മീൻസ് ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എറർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള എററുകളുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അക്യുറസി എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ഈ ട്രൂ വാല്യൂവിനോട് എത്രമാത്രം ക്ലോസ് ആയി നിൽക്കുന്നു എന്നതിൻ്റെ അളവാണ് അക്യുറസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ട്രൂ വാല്യൂനോട് നല്ലോണം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഓക്കെ, ഓൾമോസ്റ്റ് നമുക്ക് കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മോസ്റ്റ് അക്യുറേറ്റ് റീഡിംഗ് ആണ് എന്ന് പറയാം. പ്രിസിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിട്ടാണ്. നമുക്കിപ്പോൾ ഒരു റീഡിങ് എത്ര നന്നായിട്ട് ആ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രിസിഷൻ. അതായത് അതിൻ്റെ റിസൊല്യൂഷൻ എന്ത് മാതിരി ഉണ്ട് എന്നുള്ളതാണ് പ്രിസിഷൻ പറയുന്നത്.
ലീസ്റ്റ് കൗണ്ട്. ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന മിനിമം വാല്യൂ ആണ് എന്ത് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. സാധാരണ സ്കെയിലിൽ 0.1 സെൻറ്റിമീറ്റർ ആണ്. വെർനിയർ കാലിപ്പേഴ്സിൽ 0.01 സെൻറ്റിമീറ്റർ ആണ്. സ്ക്രൂ ഗേജിൽ 0.001 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് വെർനിയർ കാലിപ്പേഴ്സ്. റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്ത്തൊക്കെ അക്യുറേറ്റ് ആയിട്ട് ഡെസിമൽ പോയിൻ്റ് ഉൾപ്പെടെയുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരു ലൈനിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാനാണ്, ലൈനിൻ്റെ അല്ല വയറിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാനൊക്കെയാണ് നമ്മൾ സ്ക്രൂ ഗേജ് ഉപയോഗിക്കുന്നത്. എററുകൾ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റമാറ്റിക് എറർ. നമുക്കറിയാവുന്ന കാരണങ്ങൾ കൊണ്ട് വരുന്നവയാണ് സിസ്റ്റമാറ്റിക് എറർ. ഇപ്പോൾ 4 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇൻസ്ട്രുമെൻ്റൽ എറർ. അതായത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന എററുകളാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. പേഴ്സണൽ എറർ അഥവാ ഒബ്സർവേഷൻ എറർ. ഒരു വ്യക്തി ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ വരുന്ന പ്രശ്നം, പേഴ്സണൽ പെക്യുലാരിറ്റീസ് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് പേഴ്സണൽ എറർ. എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോഴ്സസ്. ഇപ്പോൾ നമ്മുടെ പുറമേ നിന്ന് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ പുറമേ നിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, ഇതൊക്കെ. അതായത് ഇപ്പോൾ നമ്മൾക്കൊരു അയൺ മീറ്റർ സ്കെയിൽ ഉണ്ടാക്കി വെച്ചു, 1 മീറ്റർ സ്കെയിൽ അയൺ കൊണ്ട് ഉണ്ടാക്കി വെച്ചു. സമ്മർ സീസൺ ആകുമ്പോൾ അയൺ എക്സ്പാൻഡ് ചെയ്ത് ആ 1 മീറ്ററിനേക്കാളും കൂടാനുള്ള സാധ്യതയുണ്ട്. അതാണ് എക്സ്റ്റേണൽ കോഴ്സസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ എന്ന് പറയുമ്പോഴോ, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിൽ വരുന്ന മിസ്റ്റേക്സ് മൂലം ഉണ്ടാകുന്നതാണ് എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. അപ്പോൾ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് അറിയാവുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് 4 തരത്തിൽ. നെക്സ്റ്റ് വൺ ഈസ് റാൻഡം എറർ ഓർ ചാൻസ് എറർ. അതായത് അറിയാത്ത കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന എററുകളാണ് റാൻഡം എറർ അഥവാ ചാൻസ് എറർ. അവയെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരെണ്ണത്തിൻ്റെ തന്നെ പല തവണ റീഡിങ്സ് എടുക്കുന്നു. A1, A2, A3 എന്നിങ്ങനെ റീഡിങ്സ് ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒന്നിലധികം തവണ നമ്മൾ റീഡിങ്സ് എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ട്രൂ വാല്യൂ കണ്ടുപിടിക്കുക, മീൻ വാല്യൂ കണ്ടുപിടിക്കുക, ഏവറേജ് വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് എന്തായിട്ട് എടുക്കുന്നത്, ആ ഒരു ഇതിൻ്റെ ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ഏവറേജ് വാല്യൂ ആണ്, ഈ മീൻ വാല്യൂ ആണ് എന്ത് ചെയ്യുക, ട്രൂ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മീൻ വാല്യൂ കാണാൻ, ഏവറേജ് വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ റീഡിങ്സ് നമ്മൾ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റീഡിങ്സ്. അബ്സല്യൂട്ട് എറർ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. ഈ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. A ബാർ മൈനസ് A1 എന്ന് എഴുതാം. ഓക്കെ, A ബാർ മൈനസ് A1ൻ്റെ മാഗ്നിറ്റ്യൂഡ്. നമ്മൾ മെഷർ ചെയ്ത വാല്യൂവിന് ട്രൂ വാല്യൂന്ന് ഡിഫറൻസ് കാണാം, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. എന്താ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ നമ്മൾ ഓരോ റീഡിങ്ങിൽ ഈ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചുല്ലോ, അതിൻ്റെ അരിത്മെറ്റിക് മീൻ എടുത്ത മീൻ അബ്സല്യൂട്ട് എററായി. ദാറ്റ് മീൻസ് അരിത്മെറ്റിക് മീനിൻ്റെ ഡെൽറ്റ A ബാർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മീൻ അബ്സല്യൂട്ട് എററിനെ ഡെൽറ്റ A ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോ അബ്സല്യൂട്ട് എററിൻ്റെയും മീൻ വാല്യൂ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ. നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റീവ് എററും പേഴ്സൻറ്റേജ് എററും. റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് മീൻ അബ്സല്യൂട്ട് എററും ട്രൂ വാല്യൂം തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ മീൻ അബ്സല്യൂട്ട് എറർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഡെൽറ്റ A ബാർ ആണ്, ഡിവൈഡഡ് ബൈ A ബാർ ആണ് എന്ത്, ട്രൂ വാല്യൂ. അപ്പോൾ ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് എറർ. എന്താണ് പേഴ്സൻറ്റേജ് എറർ? ഇതിനെ നമ്മൾ പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത്, പേഴ്സൻറ്റേജ് എറർ. അപ്പോൾ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ അതിൽ പേഴ്സൻറ്റേജ്, അതായത് അവർ കുറച്ച് റീഡിങ്സൊക്കെ തരും, A1, A2, A3 എന്നൊക്കെ പറഞ്ഞ് ഒരു 4-5 റീഡിങ്സ് നമുക്ക് തരും. എന്നിട്ട് അതിൻ്റെ പേഴ്സൻറ്റേജ് എറർ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ പേഴ്സൻറ്റേജ് എററാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് എന്ത് ചെയ്യണം, ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം. ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, A ബാർ കണ്ടുപിടിക്കണം. പിന്നെ എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, ഡെൽറ്റ A. പിന്നെ എന്ത് ചെയ്യണം, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, ഡെൽറ്റ A ബാർ. പിന്നെ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം, ഡെൽറ്റ A ബാർ ഡിവൈഡഡ് ബൈ A ബാർ. പിന്നെ പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിക്കണം. ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആൻസർ കിട്ടാനായിട്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ക്വിക്ക് റിവിഷൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ്. അടുത്ത ഭാഗം നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാം. ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ നമുക്ക്
ആ വീഡിയോസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക് യു.